ചില സാഹചര്യങ്ങളിലൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വെബ് ബ്രൗസറിനകത്ത് യൂട്യൂബ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അതിന് സ്പീഡ് കുറഞ്ഞു. നമ്മളപ്പോൾ സിസ്റ്റം മോണിറ്റർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നോക്കും ഇൻ്റർനെറ്റ് വേഗത സാധാരണ നിലയിലാണോ. ചിലപ്പോൾ അതിനകത്ത് സാധാരണ നിലയിലായിരിക്കും, പക്ഷേ നമ്മുടെ വെബ് ബ്രൗസർ സ്ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇൻ്റർനെറ്റ് ഊറ്റുന്ന പ്രോഗ്രാമുകളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു നെറ്റ്വർക്ക് മോണിറ്ററിംഗ് ടൂളാണ് നെറ്റ്ഹോഗ്സ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നെറ്റ്ഹോഗ്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം അതിനെ ചെയ്യേണ്ടത് എന്താണ്? Ctrl+Alt+T പ്രസ് ചെയ്യുക. അപ്പോൾ ടെർമിനൽ ഓപ്പൺ ആയി വരും. ഓക്കെ, ശേഷം ടൈപ്പ് ചെയ്യുക sudo apt install nethogs, എന്നിട്ട് എൻ്റർ കൊടുക്കുക. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ആക്കിയ ശേഷം നമുക്ക് ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെർമിനൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇനി എന്ത് വേണം? ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമാണ് ഈ നെറ്റ്ഹോഗ്സ് ഉപയോഗിക്കാനായിട്ട്. sudo nethogs എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോഗ്രാം, ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് അതിനെയൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാം ഫയർഫോക്സ് എന്നൊരു പ്രോഗ്രാം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ? പിന്നെ കുറേ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്നത് PID ആണ്, അല്ലെങ്കിൽ പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഫയർഫോക്സിൻ്റെ വന്നിട്ട് 4180 കാണിക്കുന്നത്. പിന്നെ യൂസർ ഏതാണെന്ന് കാണിക്കുന്നുണ്ട്. ടൈഗർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പ്രോഗ്രാം കാണിച്ചിട്ടുണ്ട്, ഏത് പ്രോഗ്രാമാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഫയൽ ലൊക്കേഷൻ സഹിതം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡിവൈസ് കാണിച്ചിട്ടുണ്ട്, ഏതാണ്. ഇപ്പോൾ ഇത് വയർലെസ്സിൻ്റെയാണ് കാണിക്കുന്നത്. പിന്നെ സെൻഡിൻ്റെയും റിസീവ്ഡ് ആയിട്ടുള്ളതിൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി പ്രോഗ്രാമുകളുണ്ടെങ്കിൽ ആ പ്രോഗ്രാമുകളുടെ എല്ലാം ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടെത്തി, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം കണ്ടെത്തി. ഇനി നമുക്ക് അതിനൊന്ന് ഇല്ലാതാക്കണം. അതെങ്ങനെ പറ്റും? വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് തന്നെ ആ പ്രോഗ്രാമിനെ നമുക്ക് ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടല്ലേ? ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇത്രയേ ഉള്ളൂ കാര്യം. കിൽ എന്ന കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. കിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ശേഷം ഇവിടുത്തെ പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അങ്ങോട്ട് ടൈപ്പ് ചെയ്യുക, 4180, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പം ആ കമാൻഡ് നമ്മുടെ ഫയർഫോക്സിനെ ഇല്ലാതാക്കിയത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫയർഫോക്സ് ഒന്നും കാണിക്കില്ല. ഓക്കെ, പക്ഷേ ഈ നെറ്റ്വർക്സിനകത്ത് ചിലപ്പോൾ അപ്ഡേറ്റ് ആവാനായിട്ട് സമയം എടുത്തുനിന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എക്സിറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. Q പ്രസ് ചെയ്താൽ മതി. Q പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്സ് ഇല്ലാതാവുന്നതായിരിക്കും. ശേഷം നമുക്ക് ഒന്നുകൂടി നെറ്റ്വർക്സ് റൺ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു കമാൻഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നുകൂടി ആ കമാൻഡ് ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. കീബോർഡിലെ മുകളിലോട്ടുള്ള ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ടൈപ്പ് ചെയ്ത കമാൻഡ് അവിടെ വരുന്നതായിരിക്കും. ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ കമാൻഡ് റൺ ആവുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് അല്പസമയം നോക്കുക ഈ ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ഒരു പ്രോഗ്രാം ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ കില്ലിൻ്റെ കാര്യത്തിൽ ചില സമയങ്ങളിൽ ഈ കില്ലിൻ്റെ സാധാരണ ഈ ഓപ്ഷനൊക്കെ വെച്ച് പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പം ആ ഒരു പ്രോഗ്രാം ഇല്ലാതായെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കില്ലെന്ന് ടൈപ്പ് ചെയ്ത് -9 എന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പവർഫുള്ളായിട്ടുള്ള കില്ലിങ് ഓപ്ഷനാണ്. നമുക്ക് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഇല്ലാതാവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോ സച്ച് പ്രോസസ്സ് എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു പ്രോഗ്രാമും ഇല്ലെന്നാണ് അർത്ഥം. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല. ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു നമ്പർ അതിന് കൊടുത്തിരിക്കുന്നത്. ആ പ്രോഗ്രാം ഇല്ലാതാകുമ്പോൾ ആ നമ്പർ ചിലപ്പോൾ മറ്റൊരു പ്രോഗ്രാമിൽ കൊടുത്തെന്ന് വരാം, ചിലപ്പോൾ കൊടുത്തില്ലെന്നും വരാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൽ വേറൊരു പ്രോഗ്രാം ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നോ സച്ച് പ്രോസസ്സ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അതപ്പോൾ ഓർത്തിരിക്കുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? നെറ്റ്വർക്സിന് അഡീഷണൽ ആയിട്ട് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് വളരെ എളുപ്പമാണ്. നെറ്റ്ഹോഗ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് -help എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. കണ്ടല്ലേ? ഇവിടെ അഡീഷണൽ ആയിട്ട് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ച് അതനുസരിച്ച് നെറ്റ്വർക്സ് വ്യത്യസ്തമായ രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് -v എന്ന് പറയുന്നത്, അതായത് പ്രിൻറ്റ് വേർഷനാണ്. നെറ്റ്വർക്സിൻ്റെ വേർഷൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എന്താണ്? നെറ്റ്ഹോഗ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് -V ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേർഷൻ എത്രയാണെന്ന് കാണിക്കുന്നതായിരിക്കും. കണ്ടില്ലേ? വേർഷൻ 0.8.6 -3 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നെറ്റ്വർക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.
ഇനി വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാകാതെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിനകത്ത് എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ലിനക്സ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.